أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: ليس الشديد بالسرعة ولكن الشديد من يملك نفسه عند الغضب. متفق عليه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽ-യമാനി അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. നമുക്കറിയാം, എക്കാലത്തും അദ്ദേഹം ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഹാഫിദാണ്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ള സഹാബിയാണ്. വളരെ കുറഞ്ഞ കാലയളവ് 3-3.5 വർഷം കൊണ്ട് അദ്ദേഹം മറ്റാർക്കും ഹഫ്ള് ചെയ്യാൻ കഴിയാത്തത് അദ്ദേഹം എന്ത് ചെയ്തു? ഹഫ്ള് ചെയ്തു. അപ്പൊ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിവേദനം ചെയ്യാണ്: ലൈസ ശദീദു ബിസ്സറാത്തി, ശക്തൻ മൽപിടുത്തത്തിൽ കഴിവ് തെളിയിക്കുന്നവനല്ല ശക്തൻ. മറിച്ച് വലാകിന്ന ശദീദ മൻ യംലികു നഫ്സഹു ഇൻദൽ ഗദബ്, മറിച്ച് കോപ സമയത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ സ്വന്തം നഫ്സിനെ പിടിച്ചു വെക്കുന്നവനാണ് ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് വളരെ വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. ഒരുപാട് അഹ്കാമുകൾ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിനാ ചെയ്യാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. അപ്പൊ ഇതിലുള്ള ഒരുപാട് ഫവായിദുകൾ. അതിൽ ഒന്നാമത്തെ ഫായിദ എന്താണ്? 2 തരത്തിലുള്ള ഖുവത്തുണ്ട്. ഒന്ന് ഖുവത്തുൽ ബദൻ, ശാരീരികമായ കരുത്ത്, ശക്തിയാണ്. രണ്ടാമത്തേത് ഖുവത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ ശക്തിയാണ്. ഖുവത്തു അൽ ഖൽബ്, മനക്കരുത്ത് എന്ന് പറയുന്നത്. ഇത് രണ്ടും, ഈ 2 ഖുവത്തും തമ്മിൽ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ഇതിലേറ്റവും പ്രാധാന്യം ഏതിനാണ്? ഖുവത്തുൽ ഖൽബിനാണ്. അപ്പോ കൽബ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, കൽബിനെ കൂടുതൽ ശക്തവും ദൃഢവുമുള്ള ഹൃദയമാക്കി തീർക്കാൻ ഏറ്റവും കൂടുതൽ ഒരാൾ പരിശ്രമിക്കണം. പക്ഷേ വലിൽ അസഫ് ഏറ്റവും ആരും ശ്രദ്ധിക്കാത്ത മേഖലയാണത് ഹൃദയത്തിന്റെ വിഷയങ്ങൾ. ഹൃദയത്തിന് അതിന്റെ രോഗങ്ങൾ മനസ്സിലാക്കുകയും അതിനു വേണ്ട ചികിത്സ നൽകുകയും ഹൃദയത്തിന്റെ ദാഹവും അതുപോലെ തന്നെ വിശപ്പും മനസ്സിലാക്കാതിരിക്കുകയും എന്നിട്ട് അതിന് ഭക്ഷണവും അതിന്റെ പാനീയം കൊടുക്കാതിരിക്കുക, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഹൃദയം ആകെ മരിച്ച അവസ്ഥയിലാണ്. അതേ അവസരത്തിൽ ശരീരത്തെ മോടി പിടിപ്പിക്കുന്നതിൽ കൂടുതൽ നല്ല ഒരു മന്ദറുള്ള, നല്ലൊരു ഭംഗിയുള്ള, ചന്തമുള്ള ഒരാളായി തീരാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരാൾ ശ്രമിക്കുന്നു. നല്ല വസ്ത്രം ധരിക്കാൻ, നല്ല ഒരു ആളുകളുടെ മുമ്പിൽ നല്ലൊരു വ്യക്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ നമുക്ക് ഖുർആനും സുന്നത്തും പരിശോധിക്കുകയാണെങ്കിൽ, ഖുർആൻ സുന്നത്തും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എവിടെയാണ്? ഹൃദയമാണ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, തീർച്ചയായിട്ടും ശരീരത്തിൽ ഒരു അവയവമുണ്ട്, അത് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നന്നായി തീർന്നു. അതാണ് ഹൃദയം എന്ന് പറയുന്നത്. അപ്പോ ഹൃദയം നന്നാവുന്നതിലൂടെ ബാക്കിയെല്ലാം, നമ്മുടെ അവയവങ്ങൾ, അതിന്റെ സംസ്കാരവും ഇഫ്ഫത്തും എല്ലാം വരുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സംസാരം യതൂൽ വയതൂൽ വയതൂൽ, ധാരാളം ദീർഘിക്കും. അപ്പൊ ഇനി അടുത്ത വിഷയം എന്താണ്? അപ്പോ നഫ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് നഫ്സിന്റെ കരുത്ത് എന്നുള്ളത് അതെന്തിന്റെ കരുത്തിനേക്കാൾ വലുതാണ്? അല്ലെങ്കിൽ ഹൃദയത്തിന്റെ കരുത്ത് എന്നുള്ളത്
ശരീരത്തിന്റെ കരുത്തിനേക്കാൾ വലുതാണ്. അപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു, അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗദബ്. ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കുന്നവൻ. അത് മനക്കരത്തിന്റെ ഒരു ഘടകം മാത്രമാണ്, അത് മുഴുവനല്ല, മറിച്ച് അതിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അത് ഉദാഹരണം മാത്രമാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഹൃദയത്തിന് ഒരുപാട് ഇച്ഛകളുണ്ട്. അസൂയ ഹൃദയത്തിന്റെ ഇച്ഛയാണ്. അതുപോലെ തന്നെ പകയും വിദ്വേഷവും, ഷഹ്ന, അതുപോലെ തന്നെ കോപം. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാ, ഒരു ദേഷ്യം പിടിക്കാന്നുള്ളത് ഒരു വലിയ എന്താ പറയാ സംഭവമായിട്ടാണ്. ദേഷ്യം പിടിച്ചാൽ ഒരു ലക്കും ലഗാനും കിട്ടൂല. അഥവാ എന്താണ് ആ തരത്തിൽ എന്താണ് സ്വന്തത്തെ കുറിച്ച് ഇങ്ങനെ എന്താണ് പുകഴ്ത്തി പറയുന്നവരുണ്ട്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം എന്താണ് രോഗങ്ങളാണ്, വളരെ ഗുരുതരമായ രോഗങ്ങൾ. അതുപോലെ കിബ്ർ, സ്വന്തത്തെക്കുറിച്ച് നല്ല ചിന്തകൾ, ഉജ്ബ്, ഇതെല്ലാം എന്താണ് ഹൃദയത്തിന് ബാധിക്കുന്ന ഗുരുതരമായ രോഗങ്ങളാണ്. അപ്പോ ഇത് ഈ തരത്തിലുള്ള വിചാരങ്ങളും വികാരങ്ങളും മനസ്സിൽ വരും. അപ്പൊ ആ നേരത്തെ എന്ത് ചെയ്യണം, ഹൃദയം ശക്തമായിട്ട് അതിനെന്ത് ചെയ്യണം, കീഴടക്കണം. ഒരു മല്ലൻ ശത്രുവിനെ കീഴടക്കി ജയിക്കുന്നതിനേക്കാൾ പ്രാധാന്യമാണത് ഈ തരത്തിലുള്ള ഹവയെ, ദേഹേച്ഛയെ ഒരാളുടെ ഹൃദയമതിയിൽ കീഴടക്കൽ. അപ്പോ ഹൃദയത്തിൽ എപ്പോഴും ഒരു മൽപ്പിടുത്തം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ എന്താ പറയാ അന്നഫ്സുൽ അമ്മാറ ബിസ്സു, നിരന്തരമായിട്ട് തിന്മയെ കൽപ്പിക്കുന്ന നഫ്സുണ്ട് നമുക്ക്. അതിനോടുള്ള ഒരു മുസാറായത്ത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മുഅ്മിന്റെ ഹൃദയത്തിൽ നടക്കും. എന്നാൽ ഒരു ഫാജിർ ആയ ഒരു മനുഷ്യൻ എന്തായിരിക്കും, എപ്പോഴും അതിൽ തൊപ്പിയിട്ട് ഇങ്ങനെ നടക്കുന്നവനായിരിക്കും. എന്നാലോ അവന് മറ്റുള്ള വിഷയങ്ങളിൽ, പുറത്തെ വിഷയങ്ങൾ എന്തായിരിക്കും, അങ്ങേയറ്റത്തെ മുൻപന്തിയിലായിരിക്കും. അപ്പൊ ഇവിടെ നോക്കൂ, ദേഷ്യം വരുമ്പോൾ അവൻ സ്വന്തത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ ഓർക്കുകയും ദേഷ്യം വരുമ്പോൾ അതിൽ ഹെൽമും സബറും കാണിക്കുകയാണെങ്കിൽ അതിന്റെ ഫദായിലുകളും ഒക്കെ ഓർത്തുകൊണ്ട് അവൻ എന്ത് ചെയ്യാണ്, ആത്മ സംയമനം സ്വീകരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ എന്താണ് വിശേഷണമായിട്ട്, സ്വർഗം ലഭിക്കുന്ന മുഅ്മിനീങ്ങളുടെ വിശേഷണമായിട്ട്, അവരുടെ വിശേഷണമായിട്ട് പറഞ്ഞു, വൽ കാസിമീനൽ ഗൈദ്, അവർ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, അവരുടെ എന്താണ് സമൃദ്ധിയുടെ കാലത്തും അവരുടെ ക്ഷാമകാലത്തും അവർ ചെലവഴിക്കും. മാത്രമല്ല അവരെന്തായിരുന്നു, അവരുടെ ഗൈദ്, അവരുടെ ക്രോധം, കോപം അവർ പിടിച്ചു വെക്കുന്നവരായിരുന്നു. അപ്പൊ ഇത് ഒരു മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കതമ ഗൈദൻ, ഒരാൾ അല്ലെങ്കിൽ ഒരാളുടെ ഗൈദ് ഒരാൾ എന്ത് ചെയ്യാണ്, കവ്മ് ചെയ്യാണ്, പിടിച്ചു വെക്കാണ്, അടക്കി വെക്കാണ്. അവിടെ കീഴ്പ്പെടുത്തി ഇങ്ങനെ എന്താണ് അടക്കി വെക്കുകയാണ് എങ്കിൽ എന്താണ്, നാദാഹു അല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ അവൻ അല്ലാഹു വിളിക്കും. അലാ റൂസിൽ ഖലായിഖ്, ആ മഹ്ശറിലെ എല്ലാ ആളുകളുടെയും എന്താണ് ആദ്യമർ മുതൽ അവസാനത്തെ ആളുകൾ വരെ നിൽക്കുന്ന ആ മഹ്ശറിൽ ജനങ്ങൾക്ക് മീതെ അല്ലാഹു അവരെ കൊണ്ടുവരും. എന്നിട്ടോ ഫയുഖയ്യിറഹു മിനൽ ഹൂറുൽ ഐനി മാ യശാ, എന്നിട്ട് ഹൂറുൽ ഐനിൽ നിന്ന് ഇഷ്ടമുള്ളത് അത്ര എടുക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് കൊടുക്കും, ഇഖ്തിയാർ കൊടുക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു ആളോട് എന്ത് ചെയ്യാണ്, ഒരു വലിയ ഒരു എന്താ പറയാ ഒരു ഷോപ്പിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പക്ഷെ ഇതൊന്നുമല്ല, സ്വർഗത്തിലുള്ള ഏറ്റവും വലിയ നഈമാണ് ഹൂറുൽ ഐൻ, അതിൽ ഇഷ്ടമുള്ളത് എടുക്കാമെന്നുള്ളതാണ്. എത്ര വലിയ ഫضലാണത്. അതുകൊണ്ട് തന്നെയാണ് അതേപോലത്തെ വിഷയമാണ് ഇത്. ഒരു മിസാല് മാത്രം, ഹൃദയത്തിൻ്റെത് ഉദാഹരണമായിട്ട് ഒരാൾ എന്താ പറയാ 7 വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കും ഖിയാമത്താണ്. അവരിൽ ഒരാളാണ്
ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമൽ, അങ്ങേയറ്റം പ്രൗഢിയും അതുപോലെ ഭംഗിയുമുള്ള ഒരു സ്ത്രീ അയാളെ ക്ഷണിച്ചു. അപ്പൊ അയാൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത്തഖില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ നഫ്സിന്റെ ഒരു അങ്ങേയറ്റത്തെ എന്താണ്? വികാരമാണ്. അങ്ങേയറ്റത്തെ വികാരമാണ്. അതിനെ കീഴ്പ്പെടുത്തി ഏതൊരു നഫ്സിന്റെ എന്താ പറയാ, അതൊരു ഫിത്രത്താണെന്ത്, ഒരു സ്ത്രീയെ ആഗ്രഹിക്കുക എന്നുള്ളത്. പക്ഷേ അവൻ ഹൃദയം കൊണ്ട് അതിനെ കീഴ്പ്പെടുത്തി ആ ഒരു നഫ്സിന്റെ ആ ഒരു എന്താണ് താല്പര്യത്തെ അവൻ കീഴടക്കി, ആ ഹവയെ അവൻ കീഴടക്കി. അതുകൊണ്ട് തന്നെ അവന് അർശിന്റെ തണലുണ്ട്. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഇതുപോലുള്ള വിഷയങ്ങൾ, ഇതുപോലുള്ള മനസ്സങ്ങേയറ്റം കൊതിക്കുന്ന കാര്യങ്ങൾ, അതിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ സബ്ർ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സബ്ർ ഏതാണ്? അതാണ്. എത്രത്തോളം അസ്സാബിർ അഷാക്കിറാണോ, അൽ ഫഖീർ അസ്സാബിറാണോ, അല്ലെങ്കിൽ അൽ ഖനി അഷാക്കിറാണോ അഫ്ദൽ എന്നുള്ള പണ്ഡിതന്മാരിൽ ചില ആളുകൾ ധനികനായ നന്ദി കാണിക്കുന്ന വ്യക്തിയാണെന്നുള്ള അഭിപ്രായം പറഞ്ഞവരെന്താ പറഞ്ഞിട്ടുള്ളത്? അതിനൊരു ഉപോത്ഭകമായിട്ടൊരു തെളിവ് പറഞ്ഞിട്ടുള്ള എന്താണ്? അതെന്താ വെച്ചാല് ഒരു ഫഖീർ അയാൾ അതിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? സബർ ചെയ്തേ പറ്റുള്ളൂ. സബർ ചെയ്താലില്ലെങ്കിൽ ഫഖർ അങ്ങനെ തന്നെ തുടരും. പക്ഷേ ഒരു ഖനിയായ ഒരാൾ, ധനികനായ ഒരാൾ, അയാൾക്ക് അത് ചെലവഴിക്കുക എന്നുള്ളത്, അള്ളാഹുവിന് അതിൽ ശുക്ർ കാണിക്കുക എന്നുള്ളത്, അതിൽ അള്ളാഹുവിനോട് സൃഷ്ടികളോടുള്ള ഹക്കുകൾ നിറവേറ്റുക എന്നുള്ളത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്താ പറയാ രാപ്പകലുകൾ ചെലവഴിക്കുക എന്നുള്ളത്, അത് അങ്ങേറ്റത്തെ സബർ വേണ്ടതുള്ളതാണ്. അത് അവന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല. അവന് രണ്ടും ചെയ്യാം, ഇഖ്തിയാറുണ്ട്. അവിടെ അവന്റെ നഫ്സിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? കീഴ്പ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം, യൂസുഫിന്റെ സബറാണ് ഏറ്റവും വലിയ സബർ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സബറിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ സബറാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം എന്താണ്? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ഇഖ്തിയാർ ഉണ്ടായിരുന്നില്ല, ഒരു തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അത് ഖദറാക്കപ്പെട്ടതാണ്. ഇതാണെങ്കിലോ ഇഖ്തിയാറുള്ള വിഷയമാണ്, നമുക്ക് ചൂസ് ചെയ്യാം. യൂസുഫിന് അന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ആ മോശമായ പ്രവൃത്തിയിൽ ഏർപ്പെടാമായിരുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹ. അവൾ ആഗ്രഹിച്ചു യൂസുഫിൽ, യൂസുഫും ആഗ്രഹിച്ചു. യൂസുഫ് ആഗ്രഹിച്ചിട്ടുണ്ട്. അതെന്താണ്? അതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ആർക്കും അത് മനുഷ്യനാണ്, ഫിത്രത്താണ്. പക്ഷേ ലൗല ബുർഹാന റബ്ബി, അല്ലാഹുവിന്റെ ബുർഹാനെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറയാം. അപ്പോ അവിടെ യൂസുഫ് അതിൽ നിന്ന് മാറി നിന്നു എന്നുള്ളത്. അപ്പൊ ഇതുപോലുള്ള വിഷയങ്ങളെല്ലാം എന്തെങ്കിലാണ്? ഹൃദയത്തിന്റെ കരുത്തിനെയാണ് അറിയിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ശക്തനായിട്ട് പരിചയപ്പെടുത്തപ്പെടുന്ന ആരാണ്? ഏറ്റവും നല്ല അടിക്കാനും പിടിക്കാനും ഒക്കെ കഴിവുള്ളവരായിരിക്കും, അല്ലേ? അവരാണെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ എന്തായിരിക്കും? ഒരു നിയന്ത്രണമില്ലാത്തവരായിരിക്കും. മൃഗങ്ങളെ പോലെ എന്താ പറയാ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അത് ശരിക്കും ഖുവത്തല്ല. അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ്? ഹൃദയം, ശക്തിയുള്ള ഹൃദയം. മനസ്സിലായില്ലേ? അതുപോലെ പേടിയില്ലാത്ത, പേടി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഈ വിഷജന്തുക്കളെയോ വന്യമൃഗങ്ങളെയോ ഒന്നും പേടിയില്ലാതിരിക്കലല്ല, മറിച്ച് ഗൈബിയായ നിലക്ക് ആരെയും പേടിക്കാതിരിക്കുക, കൂസാതിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യപ്പെടാനും അതുപോലെ അതിൽ മരണം വരിക്കാനും കൊതിക്കണം. അതെല്ലാം എന്താണ്? ഹൃദയത്തിന്റെ കരുത്തിനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ എന്താണ്? ഇസ്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്ന എവിടെയാണ്? നമ്മുടെ ശരീരത്തിന്റെ എന്താ പറയാ നിറത്തിലേക്കോ അതല്ലെങ്കിൽ അതിന്റെ രൂപത്തിലേക്കോ ഷേപ്പിലേക്കോ ഒന്നും അല്ലാഹു നോക്കുന്നില്ല. ഇന്നല്ലാഹു ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. നിങ്ങൾ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ അമലുകളിലേക്കും. വൽ അംറു ഖതീർ ഫീ ഗായതിഹി. അപ്പോ ഇതാണ് വിഷയം. അപ്പോ
ഹൃദയത്തിന്റെ കരുത്താണെന്ത് ഏറ്റവും വലുത്. അതാണ് നമ്മൾ ശരീരം നമ്മൾ പോഷിപ്പിക്കുന്നതിനേക്കാൾ, അതിനെ നമ്മൾ എന്താക്കുന്നതിനേക്കാൾ, മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാൾ ചെയ്യേണ്ടത്. ഇതാണ് ഇതിന്റെ ചുരുക്കം എന്നുള്ളത്. അപ്പോ ഹദീസ് ഏതാണ്? عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ليس الشديد بالسرعة ولكن الشديد من يملك نفسه